Hello. Magic morning to all. Magic morning. Okay. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കിടക്കാം. അപ്പോൾ വീഡിയോ ഓൺ ചെയ്തിരിക്കാൻ പറ്റുന്നവർ മാക്സിമം ഓൺ ചെയ്ത് മുന്നോട്ട് വരാം കേട്ടോ. ഓക്കെ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ സെഷനിലേക്ക് പോകും. എല്ലാവരും പോസ്റ്ററും കാര്യങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ സെഷൻ എടുക്കുന്നത് ലൈഫ് സ്കിൽ ട്രെയിനറും അതേപോലെ തന്നെ പേഴ്സണൽ മെന്ററും കൂടി ആയിട്ടുള്ള സുഭാഷ് സാറാണ് ഇന്നത്തെ സെഷൻ എടുക്കുന്നത്. സാർ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ആർട്ട് ഓഫ് സൈലൻസ് എന്നാണ്. സോ ഈ നല്ലൊരു ടോപ്പിക്കിനെ കുറിച്ച് ഇന്നത്തെ സെഷൻ എടുക്കാൻ വേണ്ടി ഞാൻ സുഭാഷ് സാറെ ഇൻവൈറ്റ് ചെയ്യാണ്. സുഭാഷ് സർ, പ്ലീസ് വെൽക്കം സർ. താങ്ക് യു മാഡം. സ്റ്റാർട്ട് ചെയ്തോളൂ. ഗുഡ് മോർണിംഗ് ടു ഓൾ. ഹലോ സർ, ഓഡിയബിൾ അല്ലായിരുന്നു. യെസ്, ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. നമ്മളെ എല്ലാവരും ശബ്ദത്തിന് പുറകെയാണ് യാത്ര ചെയ്യുന്നത്. ഒരു ശബ്ദം കേൾക്കണം, ഒരു ശബ്ദം പോലും ഇല്ലാത്ത ഒരു അവസ്ഥ പോലും അല്ലെങ്കിൽ ഒരു സെക്കൻഡ് പോലും നമുക്ക് ആർക്കും തന്നെ സഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. മനുഷ്യന്റെയോ വാഹനങ്ങളുടെയോ മൃഗങ്ങളുടെയോ അതുപോലെ യന്ത്രസാമഗ്രികളുടെയും പ്രവർത്തനം കൊണ്ട് ഉണ്ടാകുന്ന സൃഷ്ടിക്കപ്പെടുന്ന ശബ്ദത്തെ അതാണ് ശബ്ദ മലിനീകരണം എന്ന് പറയുന്നത്. ഈ ശബ്ദം മനുഷ്യന്റെയും മറ്റ് ജീവജാലങ്ങളുടെയും സ്വൈരവിഹാരത്തെയും ജീവിതത്തെയും സന്തുലിതാവസ്ഥയെയും നഷ്ടപ്പെടുത്തുകയാണ്. മറ്റൊരർത്ഥത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ അനാവശ്യമായി കാതുകൾക്ക് അരോചകമായി തോന്നുന്ന ശബ്ദ സൃഷ്ടിയാണ് ശബ്ദമലിനീകരണം. വാഹനങ്ങൾ, വിമാനം, തീവണ്ടി, ഉച്ചഭാഷിണികൾ, നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സകല സാധനങ്ങളും മൂലമുണ്ടാകുന്ന ശബ്ദമലിനീകരണത്തിന്റെ സോഴ്സ് നിരവധിയാണ്. എന്നാൽ ഈ ശബ്ദമലിനീകരണം നമുക്കുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് എപ്പോഴെങ്കിലും നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ നാഡീഞരമ്പുകൾ, ഹൃദയം, കേൾവിശക്തി, മാനസിക പിരിമുറുക്കം എന്നീ മേഖലകളിലെല്ലാം തന്നെ ഈ ശബ്ദം മലിനീകരണം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ, വാഹനമായി പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഹോൺ മുഴങ്ങാത്ത അല്ലെങ്കിൽ ഹോൺ മുഴക്കി മറ്റുള്ളവരെ പ്രകോപിപ്പിക്കാത്ത ആളുകൾ വളരെ കുറവായിരിക്കും. ഞാനായാലും നിങ്ങളായാലും ഓരോരുത്തരായാലും ദിവസത്തിൽ ഒരു ദിവസം ഒരു തവണയെങ്കിലും മറ്റുള്ളവർക്ക് ഹോൺ മുഴക്കി ഒച്ചയുണ്ടാക്കി അവരെ ബുദ്ധിമുട്ടിക്കാത്ത ആളുകൾ വളരെ കുറവാണ്. നൗസിസ് എന്ന ലാറ്റിൻ വേർഡ് നിന്നാണ് നോയിസ് എന്ന ഒച്ച അല്ലെങ്കിൽ ശബ്ദം എന്ന അർത്ഥം വരുന്ന വാചകം ഉണ്ടായത്. എന്താണ് നോയിസ് പൊല്യൂഷൻ മനുഷ്യനിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ? ഹൈപ്പർ ടെൻഷൻ. ഹൈപ്പർ ടെൻഷന് വലിയൊരു കാരണമാണ് നോയിസ് പൊല്യൂഷൻ. അതുപോലെ നമ്മുടെ കേൾവി ശക്തി നഷ്ടപ്പെടാൻ വേണ്ടി സാധ്യതയൊരുക്കുന്നതാണ് നോയിസ് പൊല്യൂഷൻ. നമ്മുടെ ഓരോ വ്യക്തികളുടെയും ചെറിയ കുഞ്ഞുകൾ മുതൽ വാർദ്ധക്യത്തിലുള്ള വയസ്സായ ആളുകൾ വരെയുള്ള ഇവരുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നതിന് കാരണമാകുന്ന ഒരു പ്രവൃത്തിയാണ് ശബ്ദമലിനീകരണം. ഓരോ വ്യക്തികളിലും കാർഡിയോ വാസ്കുലർ ഇഷ്യൂസ്, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെ ഉണ്ടാക്കാൻ വേണ്ടി കാരണമാകുന്നതാണ് ശബ്ദമലിനീകരണം. പണ്ട് ശ്രീ ബുദ്ധ ഭഗവാൻ ബോധോദയമുണ്ടായ സമയത്ത് ഒരാഴ്ച കാലത്തോളം അദ്ദേഹം മൗനം പാലിക്കുകയുണ്ടായി.
ഈ മൗനം പാലിച്ച സമയത്ത് സ്വർഗത്തിലെ എല്ലാ മാലാഖമാരും ഭയചകിതരായി എന്നാണ് പുരാണങ്ങൾ പറയുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിയുമ്പോൾ മാത്രമാണ് ബുദ്ധനെ പോലെ ഒരാൾ ഭൂമിയിൽ പിറവിയെടുക്കുന്നത്. അതുകൊണ്ട് അവരും നിശബ്ദരായി അദ്ദേഹത്തെ നോക്കി നിന്നു. അവസാനം മാലാഖമാർ ശ്രീബുദ്ധനോടായി പറഞ്ഞു, എന്തെങ്കിലും പറയുവാൻ വേണ്ടി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അറിയുന്നവർക്ക് ഞാൻ പറയാതെ തന്നെ അറിയാം. എന്നാൽ അറിയാത്തവരോട് ഞാൻ പറഞ്ഞിട്ടും അവർ ശ്രദ്ധിക്കുകയില്ല. ഒരു അന്ധനായ മനുഷ്യന് പ്രകാശത്തെക്കുറിച്ചുള്ള ഒരു വിവരണവും അദ്ദേഹത്തിന് ഒരു ഗുണം ചെയ്യുന്ന കാര്യമാണ്. അതുപോലെ ജീവിതത്തിന്റെ അമൃത് രുചിക്കാത്തവരോട്, ജീവിതം എന്താണെന്ന് മനസ്സിലാക്കാത്തവരോട് ഞാൻ സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് അദ്ദേഹം പറഞ്ഞ് വീണ്ടും നിശബ്ദതയിലേക്ക് പോവുകയാണ് ഉണ്ടായത്. വളരെ അടുപ്പമുള്ളതും വ്യക്തിപരമായതും എല്ലാം തന്നെ നമുക്ക് എങ്ങനെ അറിയാൻ കഴിയും? അതിന് വാക്കുകൾ ആവശ്യമില്ല. സത്യം ആരംഭിക്കുന്നിടത്ത് വാക്കുകൾ അവസാനിക്കുന്നു. ഇങ്ങനെയാണ് അദ്ദേഹം മാലാഖമാരോട് മറുപടി പറഞ്ഞത്. സത്യം ആരംഭിക്കുന്നിടത്ത് വാക്കുകൾ അവസാനിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും ജീവിതം തിരക്കിൽ മുങ്ങിക്കിടക്കുകയാണ്. കുറച്ചു നേരമെങ്കിലും ജീവിതത്തിൽ നിശബ്ദത ആസ്വദിക്കാമെന്ന് കരുതിയാൽ അത് ഇന്നത്തെ അവസ്ഥയിൽ, ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ അത് അസാധ്യമാണ്. നമ്മുടെ ലോകം കൂടുതൽ യന്ത്രവൽകൃതവും ഡിജിറ്റലൈസ്ഡും ആയതിനാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിശബ്ദത പാലിക്കുക എന്നത് ഒരു മനുഷ്യനേക്കാളും സാധിക്കാത്ത, മനുഷ്യനെ കൊണ്ടും സാധിക്കാത്ത കാര്യമാണ്. നമ്മുടെ ബന്ധുക്കൾ, കൂട്ടുകാർ, സഹപ്രവർത്തകർ, അയൽവാസികൾ ഇവരെല്ലാവരും കൂടി നമുക്ക് സംസാരത്തിന് പോലും ഒരു വിശ്രമം തരുന്നില്ല. ഒന്നുകിൽ നമ്മളെ ബന്ധുക്കൾ വിളിക്കും, അല്ലെങ്കിൽ കൂട്ടുകാർ വിളിക്കും, സഹപ്രവർത്തകർ വിളിക്കും, ഇതൊന്നുമല്ലെങ്കിൽ അയൽവാസികൾ വിളിക്കും, ഇതൊന്നുമല്ലേ നമ്മുടെ ഫോൺ നമ്മളെ വിളിക്കും. ഇങ്ങനെ നമുക്ക് ഒരു നിമിഷം പോലും ഒരു ശബ്ദം മുഖരിതമല്ലാത്ത അന്തരീക്ഷത്തിൽ ജീവിക്കാൻ വേണ്ടി പറ്റുന്നില്ല. സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ ലിസ്റ്റിലുള്ള പലരുമായി നമ്മൾ നടത്തുന്ന സംഭാഷണം നമുക്ക് ശാരീരികമായി വിശ്രമം തരുന്നില്ല എന്ന് മാത്രമല്ല, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വരെ വഴിയൊരുക്കുന്നു. ഇത് ദേഷ്യം, നിരാശ, മാനസികമായ അസന്തുലിതാവസ്ഥ എന്നിവ ഉണ്ടാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിനെല്ലാം ഒരു പരിഹാരമുണ്ടോ? ശ്രീബുദ്ധൻ പറഞ്ഞതുപോലെ സത്യം ആരംഭിക്കിടത്ത് നിന്ന് വാക്കുകൾ അവസാനിക്കുന്നു എന്ന് അദ്ദേഹം മാലാഖമാരോട് സൂചിപ്പിക്കുകയുണ്ടായി. എന്നാൽ എന്താണ് ശ്രീബുദ്ധൻ പറഞ്ഞ ആ സത്യം? ആ സത്യം മറ്റൊന്നുമല്ല, നിശബ്ദതയാണ് ആ സത്യം. അപ്പോൾ ആ സത്യം കണ്ടെത്തണമെങ്കിൽ നമ്മൾ ആരോടും മിണ്ടാതെ നടക്കണമെന്നാണോ പറയുന്നത്? അല്ല, ഒരിക്കലുമല്ല. ഈ നിശബ്ദത എന്ന് പറയുന്നതിന് ഇത്രമാത്രം ശക്തിയുണ്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ യെസ് എന്ന് കമന്റ് ബോക്സിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. ഒരു മിനിറ്റ് ടൈം ഉണ്ട്, ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. നിശബ്ദതയ്ക്ക് അത്ര പവർ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്. അല്ലെങ്കിൽ നോ എന്ന് ടൈപ്പ് ചെയ്യും. യെസ്, എല്ലാവരും വരുന്ന മെസ്സേജുകളെല്ലാം യെസ് എന്ന് തന്നെയാണ് പറയുന്നത്. അതെ, എല്ലാ ദിവസവും കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും നിശബ്ദതയും ഏകാന്തതയും പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ തലച്ചോറിലെ കോശങ്ങളെ ഉത്തേജിപ്പിക്കുകയും അവ കൂടുതൽ പ്രവർത്തനക്ഷമമാവുകയും ചെയ്യും. ഓർമ്മശക്തി, പഠനം,
വൈകാരികമായ നമ്മുടെ പെരുമാറ്റങ്ങളുടെ നിയന്ത്രണം എന്നിവയെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തനത്തിന് സഹായിക്കുന്ന തലച്ചോറിലെ ഒരു ഭാഗമാണ് ഹിപ്പോ ക്യാമ്പസ് എന്നറിയപ്പെടുന്നത്. ഈ ഹിപ്പോ ക്യാമ്പസിനെ ത്വരിതമാക്കാൻ വളരെ ഭംഗിയായ അതിന്റെ പ്രവർത്തനത്തിന് സഹായിക്കുന്ന ഏറ്റവും വലിയൊരു ഘടകമാണ് നിശബ്ദത. നിശബ്ദത പാലിക്കുകയാണെങ്കിൽ ഹിപ്പോ ക്യാമ്പസ് വളരെ ഭംഗിയായി അതിന്റെ പ്രവർത്തിക്കുന്നതായിട്ട് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. ശരീരത്തിന്റെയും മനസ്സിന്റെയും പുനഃക്രമീകരിക്കാൻ ഉറക്കം എന്ന സാധനത്തിന്റെ പങ്ക് എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ശാസ്ത്രം പറഞ്ഞിട്ടുള്ളത് ഏറ്റവും കുറഞ്ഞത് 8 മണിക്കൂർ ഉറങ്ങണമെന്നാണ്. നമ്മളിപ്പോ തിരക്കുള്ള ജീവിതം ആയതുകൊണ്ട് പലരും അതിനെ 7 ആക്കിയിട്ടുണ്ട്. 6 വരെ കൊണ്ടുവന്നെത്തിച്ച ആളുകളുണ്ട്. ആരോഗ്യമുള്ള ആള് 6 മണിക്കൂർ ഉറങ്ങണം എന്ന്. പക്ഷെ അതിന്റെ വാസ്തവം എന്ന് പറയുന്നത് 8 മണിക്കൂർ ഉറങ്ങണം എന്നുള്ളതാണ്. ആ ഉറക്കത്തെ മെച്ചപ്പെടുത്താനും ഉറക്കമില്ലായ്മയെ നിയന്ത്രിച്ച് ഉറക്കത്തിലേക്ക് നമ്മളെ നയിക്കാൻ വേണ്ടി നിശബ്ദത പരിശീലിക്കുന്നത് വഴി നമുക്ക് സാധിക്കും. പകൽ സമയത്ത് നമ്മുടെ സൈലൻസ് രാത്രിയിലെ നമ്മുടെ ഉറക്കത്തിന്റെ നിലവാരം മെച്ചപ്പെടുത്തും. നമ്മുടെ ഉറക്കമില്ലായ്മയെ കുറയ്ക്കും. അടുത്തത് ഒരു ഗുണം എന്തെന്ന് വെച്ചാൽ ഓർമ്മശക്തി മെച്ചപ്പെടുത്തും. ദിവസവും 10 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ നിശബ്ദരായി ഇരിക്കുന്നത് കൊണ്ട് സൈലൻസ് നൽകുന്ന പോസിറ്റീവ് എനർജി ന്യൂറോളജിക്കൽ ഇഞ്ചുറീസ് ആയ സ്ട്രോക്ക്, അംനേഷ്യ, ഡിമെൻഷ്യ തുടങ്ങിയ തലച്ചോറിനെയും മാനസികമായ കാര്യങ്ങളെയും ബാധിക്കുന്ന അസുഖങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അത് പഠനങ്ങൾ തെളിയിച്ചതാണ്. ഇതുവഴി ഇത്തരം വ്യക്തികളിൽ സ്ട്രോക്ക്, അംനേഷ്യ, ഡിമെൻഷ്യ തുടങ്ങിയ അസുഖങ്ങളുള്ള ആളുകളിൽ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ സാധാരണയായി ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. എന്നാൽ ശരിയായ ഉറക്കം ലഭിക്കുന്നതിന് വേണ്ടി നിശബ്ദത പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഉറക്കം കിട്ടുന്ന ആളുകൾക്ക് അവരുടെ ഓർമ്മശക്തി ഈ അസുഖമുള്ള ആളുകളിൽ ഇരട്ടിയാകുന്നതായിട്ട് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഓർമ്മശക്തി കുറവുള്ള ആളുകളെ ശാന്തമായ ഇരുട്ടുമുറിയിൽ ദിവസവും 15 മിനിറ്റ് നേരം അടച്ചിട്ടുകൊണ്ട് 2014 ഒരു പഠനം നടക്കുകയുണ്ടായി. ഈ പഠനം അവരുടെ ഓർമ്മശക്തി 14% നിന്ന് 49% ഉയരുന്നതായി കണ്ടെത്തി. വേറൊന്നും ചെയ്തിട്ടില്ല. അവരെന്നെ ദിവസവും ശബ്ദങ്ങളൊന്നും കേറാത്ത ഒരു റൂമിൽ അടച്ചിട്ട് 15 മിനിറ്റ് മാത്രമാണ് അവരെ അടച്ചിട്ടുണ്ടായിരുന്നത്. ഇതേ ഗവേഷണം സാധാരണ ആളുകളിൽ, നമ്മളെപ്പോലുള്ള ആളുകളിൽ നടത്തിയ സമയത്ത് മെമ്മറി റീകോൾ പവർ, അതായത് കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഓർത്തെടുക്കാനുള്ള നമ്മുടെ കഴിവിനെ 60% ഉയരുന്നതായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സൈലൻസ് വളരെയധികം സഹായിക്കുന്നു. ദിവസവും അരമണിക്കൂർ നിശബ്ദത പാലിക്കുകയാണെങ്കിൽ നമ്മളെ ടെൻഷൻ, ദേഷ്യം, ഇത്തരം വികാരങ്ങൾ നമ്മളിൽ ഉണ്ടാക്കുന്ന അഡ്രിനാലിൻ, കോർട്ടിസോൾ എന്നിവയുടെ രക്തത്തിലെ അളവിനെ കുറച്ച് നമ്മുടെ മാനസിക സമ്മർദ്ദത്തെ നിയന്ത്രിക്കാൻ വേണ്ടി നിശബ്ദത സഹായിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. നിശബ്ദത പാലിക്കുന്നത് വഴി
ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കപ്പെടുകയും അത് ശരീരത്തിലെയും തലച്ചോറിലെയും സമ്മർദ്ദത്തെ നിയന്ത്രിക്കുന്നു. ഇതിലെല്ലാം പുറമെ ആണ് ഹൃദയ ആരോഗ്യം. നിശബ്ദതയും ഹൃദയ ആരോഗ്യവും ഹാർട്ടിന്റെ പരിപാലനവും തമ്മിൽ എന്തു ബന്ധമെന്ന് നമുക്കെല്ലാവർക്കും ഒരു നിമിഷം ചിലപ്പോൾ തോന്നുന്നുണ്ടായിരിക്കും. എന്നാൽ നിശബ്ദത പാലിക്കുന്നത് വഴി ബ്ലഡ് പ്രഷർ കുറയുകയും നമ്മുടെ സ്ട്രെസ് ഇല്ലാതാവുകയും ചെയ്യുന്നത് കൊണ്ട് ഹൃദയ സംബന്ധിയായ പ്രശ്നങ്ങൾക്ക് പരിഹാരം അവിടെ നടത്തപ്പെടുന്നു. രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കുന്നു. നമ്മുടെ സ്ട്രെസ്സുകൾ ഇല്ലാതാവുന്നത് കൊണ്ട് ബ്ലഡ് പ്രഷറിനെ കുറച്ച് അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ നിശബ്ദതയ്ക്ക് സാധിക്കുന്നു. ആയതുകൊണ്ട് അത് ഹൃദയ ആരോഗ്യത്തെ വളരെ എഫക്റ്റീവ്ലി സഹായിക്കുന്നുണ്ട്. അതിലുപരി ഡിസിഷൻ മേക്കിംഗ്, നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള നമ്മുടെ കഴിവിനെ പോളിഷ് ചെയ്യപ്പെടുന്നു. സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി എടുക്കുന്ന സമയം, ഒരു തീരുമാനം എടുക്കണമെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് നമുക്ക് പഠിക്കണം. നമുക്കറിയില്ലെങ്കിൽ നമുക്ക് മുന്നേ ഈ കാര്യങ്ങൾ നടത്തിയ വ്യക്തികളോട് ഡേറ്റാസ് എടുക്കേണ്ട ആവശ്യം വരുന്നുണ്ട്, പഠനങ്ങൾ നടത്തേണ്ട ആവശ്യമുണ്ട്, കമ്പാരിസൺ വരുന്നുണ്ട്. ഇങ്ങനെ ഒരു വലിയ ഒരു പ്രോസസ്സാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞ ഒരു സംഭവം. ഈ ഡിസിഷൻ മേക്കിംഗ് നടത്താൻ വേണ്ടി നിശബ്ദത പാലിക്കുകയാണെങ്കിൽ നമ്മളെ വളരെ ഭംഗിയായി ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കുന്നുണ്ട്. ഇങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ നിശബ്ദത പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ മനസ്സ് ഏകാഗ്രതമാവുന്നു. ഈ ഏകാഗ്രമായ മനസ്സ് ഏകാഗ്രമാകുന്ന സമയത്ത് നമ്മുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് തീരുമാനമെടുക്കാൻ പറ്റാത്ത കാര്യങ്ങളെ ആ നേരത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലായി ചിന്തിക്കപ്പെടും. ഈ ചിന്ത മനസ്സ് ഏകാഗ്രമായിരിക്കുന്നത് കൊണ്ട് ഈ ചിന്തയ്ക്ക് വളരെ ഭംഗിയായ തീരുമാനം, ഉത്തരം നമ്മൾ കണ്ടെത്തുന്നു. 5 മിനിറ്റ് സൈലന്റ് ആയി ഇരിക്കുകയാണെങ്കിൽ നമ്മളെ തീരുമാനമെടുക്കാൻ സഹായിക്കുന്ന അമിഗ്ഡല എന്ന് പറഞ്ഞ തലച്ചോറിലെ ഒരു ഭാഗം, ഈ ഭാഗത്തിന് ഉണ്ടാവുന്ന സമ്മർദ്ദം ഒഴിവാക്കാൻ സഹായിക്കും. ആയതുകൊണ്ട് തന്നെ ഈ ഏകാഗ്രത കൈവരുന്നത് അമിഗ്ഡലയുടെ സമ്മർദ്ദം, പ്രഷർ ഇല്ലാതാകുന്നത് കൊണ്ടാണ്. ഏകാന്തതയും നിശബ്ദതയും സമയത്ത് നമ്മൾ പരിശീലിച്ചു കഴിഞ്ഞാൽ പുതിയ കാര്യങ്ങൾ ചിന്തിക്കാനുള്ള അവസരം നമ്മുടെ മനസ്സിന് അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിക്ക് കൈവരിക്കുന്നു. നിശബ്ദതയ്ക്ക് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ തരുന്നുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. എന്നാൽ ഈ നിശബ്ദത നമുക്ക് എങ്ങനെ പാലിക്കാം അല്ലെങ്കിൽ എങ്ങനെ പരിശീലിക്കാം? പ്രകൃതിയിലേക്ക് യാത്ര ചെയ്യുക. നമ്മൾ ഒറ്റയ്ക്ക് പ്രകൃതിയിലേക്ക് ഇറങ്ങി ചെല്ലുക. നമ്മൾ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരത്തോ നമ്മുടെ അടുത്തുള്ള, നമ്മുടെ മനസ്സിന് കുളിരേകുന്ന കാഴ്ച, കണ്ണിനുകൾക്ക് ഭംഗിയുള്ള കാഴ്ച തരുന്ന പ്രകൃതിയിലേക്ക് ഇറങ്ങി ചെല്ലുക. ഒറ്റയ്ക്ക് പോവുക എന്നുള്ളതാണ് അതിൻ്റെ അടുത്ത ലക്ഷ്യം. കാരണം നമ്മുടെ കൂടെ ഒരാളുണ്ടാകുന്ന സമയത്ത് നമ്മൾ അവരുമായി സംഭാഷണത്തിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് നിശബ്ദത കൈവരിച്ച് മുന്നോട്ട് പോകാൻ നമ്മളെ സഹായിക്കില്ല. ആയതുകൊണ്ട് ഈ നിശബ്ദത പരിശീലിക്കുന്ന സമയത്ത് നമ്മൾ ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്ക് എത്ര മുന്നോട്ട് പോകാൻ പറ്റും
അത്ര പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെല്ലുക. ഏതെങ്കിലും ഒരു ശാന്തമായ സ്ഥലത്ത് അല്പനേരം വിശ്രമിക്കുക. കണ്ണുകൾ അടച്ച് പതുക്കെ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് സ്ലോലി പുറത്തേക്ക് വിടുക. ഇങ്ങനെ നമുക്ക് എത്ര നേരം നമുക്ക് ചെലവഴിക്കാൻ പറ്റും അത്രയും നല്ലതാണ്. 5 മിനിറ്റ് മുതൽ നമ്മൾ നിശബ്ദത പാലിക്കുകയാണെങ്കിൽ ഓരോ രീതിയിലുള്ള ഗുണങ്ങളുണ്ട്. ബീച്ച്, കടല് എന്നിവിടങ്ങളിലേക്ക് ഇതേപോലെ പ്രകൃതിയെ ഒഴിവാക്കി ബീച്ചിലേക്കോ കടൽ വക്കത്തേക്കോ കടൽ തീരത്തേക്കോ യാത്ര ചെയ്യുക. കടലിന്റെ ആ ഒരു ശബ്ദം മാത്രം ഫോക്കസ് ചെയ്ത് ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് മറ്റ് ശബ്ദങ്ങളൊന്നും കേൾക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തും. ഇത് ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ സ്വായത്തമാക്കാൻ പറ്റിയ ഒരു കഴിവല്ല. 2, 3, 4 ഒരാഴ്ചയോ നമ്മൾ സ്ഥിരമായിട്ട് അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ആയി ഇറങ്ങിത്തിരിച്ചാൽ ഈ പ്രവൃത്തികൾ, ദ സൈലൻസ്, നമുക്ക് എല്ലാവർക്കും പരിശീലിച്ചെടുക്കാൻ പറ്റും. പകൽ സമയത്ത് എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ചെറിയ മെഡിറ്റേഷനുകളുണ്ട്. ചെറിയ ബ്രേക്ക് എടുക്കും. ഈ ബ്രേക്കിനെ നമ്മൾ പറയുന്നത് സീക്രട്ട് പോസ് എന്നാണ്. എന്ത് ജോലി ആയിക്കോട്ടെ, നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു 5 മിനിറ്റ് ഞാൻ എൻ്റെ ശരീരത്തെ റെസ്റ്റ് ആക്കുകയാണ് എന്ന് നമ്മോട് ആരോ പറഞ്ഞ പോലെ നമ്മൾ താൽക്കാലികമായി നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ജോലികളെല്ലാം നിർത്തിവെച്ച് ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുക്കാറുണ്ട്. ഈ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ മറ്റ് ശബ്ദങ്ങളിലൊന്നും ശ്രദ്ധ നൽകാതെ നമ്മളിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. മറ്റു ശബ്ദങ്ങളൊന്നും എൻ്റെ കാതുകളിൽ കേൾക്കുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. അതിന് ഒന്നും ചെയ്യാനില്ല, മനസ്സിനെ ഏകാഗ്രപ്പെടുത്തുക എന്ന് മാത്രമേ ഇന്നത്തെ ശബ്ദമുഖരിതമായ ഈ ലോകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എല്ലാ രീതിയിലുള്ള ഗുണങ്ങൾ കിട്ടുന്നുണ്ട് എന്നുള്ളത് ശാസ്ത്രം തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. പിന്നീട് എന്തുകൊണ്ടാണ് നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യാത്തത്? മറ്റൊന്നും കൊണ്ടല്ല, കാര്യങ്ങൾ മാറ്റിവെക്കാനുള്ള അല്ലെങ്കിൽ എനിക്കിത് ബാധ്യകമല്ല എന്ന് നമ്മുടെ ചിന്തയാണ് ഇതെല്ലാം നമ്മളെ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കാത്തത് അല്ലെങ്കിൽ പുറകോട്ട് വലിക്കുന്നത്. ഏതൊരു വ്യക്തിയായാലും ഒരു നിമിഷം നമുക്ക് പുതിയ ഒരു അറിവ് കിട്ടിക്കഴിഞ്ഞാൽ ആ കിട്ടുന്ന അറിവിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ഗുണം ചെയ്യുന്നതായിരിക്കും. വിദ്യാഭ്യാസം അല്ലെങ്കിൽ പഠനം എപ്പോൾ പഠിക്കണം, ഏതുവരെ പഠിക്കണം എന്നുള്ള ഒരു ചർച്ച നമ്മുടെയൊക്കെ പല ആളുകളുടെയും ഉള്ളിൽ അല്ലെങ്കിൽ നമ്മളെല്ലാം ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. നമുക്ക് ജീവനുള്ള ആ അവസാനം, നമ്മുടെ അവസാന ശ്വാസം നിലയ്ക്കുന്ന ആ നിമിഷം വരെ നമ്മൾ പുതിയ അറിവുകൾ നേടിക്കൊണ്ടിരിക്കണം. അങ്ങനത്തെ വ്യക്തികൾക്ക് മാത്രമാണ് ജീവിതത്തിൽ വിജയമുണ്ടാവുള്ളൂ എന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. മറ്റത് നമ്മൾ ആ കിട്ടിയ അറിവുമായി അവിടെ ഒതുങ്ങിക്കൂടുകയാണ് സാധാരണ സംഭവിക്കാറ്. അപ്പോ 6:15 വരെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന ടൈമിങ്. താങ്ക്സ് ടു ഓൾ. ഹാവ് എ ഗുഡ് ഡേ ടു ഓൾ. താങ്ക് യു. ഓക്കെ, താങ്ക് യു സുഭാഷ് സർ. അപ്പോ സൈലൻസിന് ഇത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പല ടൈമിൽ ഞാൻ ചിന്തിച്ചിട്ടൊന്നുമില്ല. എനിവേ ഇതിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് താങ്ക് യു സോ മച്ച്. ഇതിനെ കുറിച്ച് ഫീഡ്ബാക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് സംസാരിക്കാവോ?
സിന്ധു മാം. ഹായ് മാജിക് മോർണിംഗ് സാർ. നല്ല ക്ലാസ്സാണ് സാർ എടുത്തത്. ഞാനൊരു അനുഭവം പറയാ. വീട്ടില് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ എനിക്ക് ഭയങ്കര പേടി. അപ്പൊ ഞാൻ TV പോയിട്ട് വെക്കും, നല്ല ശബ്ദത്തിൽ TV വെക്കും. അപ്പൊ എന്താ, എനിക്കൊരു സമാധാനമാണ്. കാരണം നമ്മളെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു ശബ്ദം ഇല്ലെങ്കിൽ അത് മനസ്സിനൊരു ഒരു ടെൻഷൻ പോലെ അല്ലെങ്കിൽ ഒരു വിഷമം പോലെയൊക്കെ തോന്നുന്ന കാരണം എപ്പോഴും എന്തെങ്കിലുമൊക്കെ ശബ്ദങ്ങൾ വേണം. ആരും ഇല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചെയ്യണ ഒരു കാര്യം അതാണ്. അപ്പോഴും നമ്മള് ശബ്ദത്തെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. പിന്നെ നമ്മള് സൈലന്റ് ആയിട്ട് ഇരിക്കേണ്ട ഒരു അവസ്ഥ പറഞ്ഞാൽ, വീട്ടില് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇപ്പൊ ഹസ്ബൻഡ് എന്നെ ദേഷ്യം പിടിച്ച് എന്തെങ്കിലും പറയുകയാണെങ്കിൽ, നമ്മൾ അവിടെ ഒന്ന് സൈലന്റ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. അവിടെ ശബ്ദത്തെ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ സാർ എന്തായാലും കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്ന്, പിന്നെ അറിവുകൾ നേടുന്നത് അതും സത്യം തന്നെയാണ്. നമ്മൾ കിട്ടുന്ന ഓരോ അറിവുകളും നമ്മളെ മരണം വരെ നമുക്ക് അറിവുകൾ സമ്പാദിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എന്റെ 48ാമത്തെ വയസ്സിലാണ് +1 +2 ഒക്കെ എഴുതിയത്. കാരണം അപ്പോഴും നമുക്ക് പഠിക്കണം എന്നുള്ള ആ ഒരു ത്വര, അത് ഒരു മനുഷ്യനായാലും നമുക്ക് എല്ലാവർക്കും ഇപ്പൊ അത് ഉണ്ടായിക്കൊള്ളുന്നില്ല. എന്നാ ചെറുക്കെങ്കിലും അങ്ങനത്തെ ഒരു താല്പര്യം ഉണ്ടാവും. കാരണം ഒരുപാട് വായനശീലത്തിലൂടെ നമ്മൾ അറിവുകൾ കിട്ടുന്നുണ്ട്. അതുപോലെ ഇങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് പഠിക്കാം. നമുക്ക് മരണം വരെയും പഠിക്കാം, നമുക്ക് ആരോഗ്യമുള്ള കാലം വരെയും പഠിക്കാം. അതൊക്കെ നല്ലൊരു പോയിന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇനിയിപ്പോ എന്തായാലും സാറ് പറഞ്ഞ പോലെ ഒരു 5 മിനിറ്റ് എങ്കിലും നിശബ്ദമായിട്ട് ഇരിക്കാനൊന്ന് ശ്രമിച്ചു നോക്കണം. സാധിക്കുമോന്ന് അറിയാലോ. എന്തായാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു സാർ എടുത്തത്. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു. സിന്ധു മാഡം, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. മാഡം പറഞ്ഞു വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്ത് ശബ്ദമൊന്നും ഇല്ലാത്തത് കൊണ്ട് മാനസികമായി പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ട് ഞാൻ TV ഉറക്കെ വെക്കുന്നു. അത് തന്നെയാണ്. അത് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. നമ്മൾ കുറച്ച് നിശബ്ദത പാലിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് ആ ഒരു ഒറ്റ കാര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. സത്യമാണ്. ഓക്കെ സാറേ, താങ്ക് യു. Okay. Then Saif sir. താങ്ക് യു. ഓക്കെ, ക്യാമറ ഓൺ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ്. ഗുഡ് മോർണിംഗ് സർ. ഓക്കെ, ഞാൻ കുറച്ച് സമയമാണ് ക്ലാസ് കേട്ടിട്ടുള്ളത്. പക്ഷെ ആ വിഷയത്തിനോടായ രീതിയിൽ തന്നെ ഒരു റേഡിയോ അവതരണമൊക്കെ കേൾക്കുന്നത് പോലെ വളരെ മനോഹരമായിട്ടുണ്ടായിരുന്നു. ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവസാനം വൈൻഡപ്പ് ചെയ്തിരിക്കുന്നതും നമ്മുടെ അവസാന ശ്വാസം വരെ പഠിക്കുക എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോ പിന്നെ ഞാൻ വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഒരു കാര്യം കൂടെ പറയാനാണ് വന്നിരിക്കുന്നത്. ബാക്കിയുള്ള മെമ്പേഴ്സ്, ഇതിലുള്ള മെമ്പേഴ്സിൽ ഞാൻ ഈ ഫീഡ്ബാക്ക് പറയുന്ന സമയത്ത് ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, എല്ലാ ദിവസവും ഫീഡ്ബാക്ക് പറയുന്ന കുറെ ആളുകളുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. അതിന്റെ കൂടെ തന്നെ ബാക്കിയുള്ള ആളുകൾ, ഇതിൽ ഒരുപാട് ആളുകളുണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. നിങ്ങളൊക്കെ ഫീഡ്ബാക്ക് പറയാന്നുള്ളതാണ്. അത് ഫീഡ്ബാക്ക് പറയാന്നുള്ളത് അതൊരു ട്രെയിനർക്ക് കൊടുക്കുന്ന അംഗീകാരം ആണ്. അതിന്റെ അപ്പുറത്തേക്ക് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു മേഖലയാണ്. ഓക്കെ, എന്താണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് പഠിച്ചിരിക്കുന്ന ഒരു പോയിന്റ്, ആ പോയിന്റ് നിങ്ങൾ ഒന്നും കൂടെ ഫീഡ്ബാക്ക് പറയുന്ന സമയത്ത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാണ്. മാത്രമല്ല, ആ ക്ലാസ് എടുത്തുകൊണ്ട് നിങ്ങൾ അതൊരു ആക്ഷൻ ആക്കി മാറ്റാനും കൂടെ പറ്റും. നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ, ഇപ്പോൾ 1500 1600 ക്ലാസ്സുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ഒരു 1600 ചേഞ്ചസ് നമ്മൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, 1500 ചേഞ്ചസ് നമ്മൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതെല്ലാ ഭാഗത്തും നമുക്കത് റിഫ്ലക്റ്റഡ് ആവും. നമ്മുടെ പേഴ്സണാലിറ്റിയിൽ ഉണ്ടാവും, നമ്മുടെ ഫിനാൻസിൽ ഉണ്ടാവും, നമ്മുടെ ഫാമിലിയിൽ ഉണ്ടാവും. ഞാൻ പറയുന്നത് ഇല്ല എന്നുള്ളതല്ല, എത്രമാത്രം ഉണ്ട് നിങ്ങൾ പരിശോധിക്കുക. അപ്പൊ ഇപ്പോഴും നിങ്ങൾക്ക് ഇത്രയും ക്ലാസ്സുകൾ കേട്ടിട്ടും ഒരു 2 വാക്ക് ഫീഡ്ബാക്ക് പറയാൻ പറ്റുന്നില്ലെങ്കിൽ അത് നിങ്ങൾ ആലോചിക്കുക. പിന്നെ എന്താണ് നമ്മളൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന രീതിയിൽ നേടിയിരിക്കുന്നത്. ഗോപിക കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നന്നാവും. ബാക്കിയുള്ള ആളുകൾ അതിങ്ങനെ ഫീഡ്ബാക്ക് ഒരിക്കലും അതൊരു ബോറിംഗ് പരിപാടിയാണ്. ഓപ്പണായിട്ട് പറയാലോ. ഒരാളിങ്ങനെ വന്നിട്ട് ഫീഡ്ബാക്ക് പറയുകയോ വെച്ചിട്ട് വിളിച്ചിട്ട് പറയേണ്ട സംഭവമല്ല. അതിന്റെ ആളുകൾ വന്നു കഴിഞ്ഞാൽ ക്ലാസ്സിൽ നിന്ന്, എനിക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് ഹാൻഡ് റൈസ് ചെയ്തിട്ട് ഇന്ന് ഇന്നൊരു കാര്യം കിട്ടി, ആ ഫീഡ്ബാക്ക് പറയാൻ നിങ്ങൾ സ്വമേധയാ വരുമ്പോഴാണ് നിങ്ങൾക്കൊരു ഡെവലപ്മെന്റ് ഉണ്ടാവുന്നത്. അതും കൂടെ ഇതിന്റെ കൂട്ടത്തിൽ പറഞ്ഞെന്നുള്ളൂ. താങ്ക് യു. Okay, thank you Saif sir. Thank you so much. Then Prida ma'am. മാജിക് മോർണിംഗ് ഓൾ. താങ്ക് യു സുബ സാർ. വളരെ നല്ലൊരു ക്ലാസ്. സാറ് പറഞ്ഞ പോലെ സയൻസിന് നമ്മുടെ ജീവിതത്തിൽ ഇത്രയധികം പ്രാധാന്യം ഉണ്ടെന്നുള്ളത് ആരും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു.
നമുക്കറിയാം ഇപ്പൊ ബിമാജിക്കിൽ വന്നുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം, പക്ഷെ ഒന്നും കറക്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു മൈനസ് പോയിന്റ് എന്ന് പറയുന്നത്. സാറ് പറഞ്ഞ പോലെ സൈലന്റ് ആയിരിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മൈൻഡിനെ നല്ല റിലാക്സ് ആക്കാനും നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് അത് നല്ലൊരു കാര്യമാണെന്നുള്ളത് സാർ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അതുപോലെ തന്നെ ഇപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് പേർക്ക് ഈ ഓർമ്മയില്ലായ്മ എന്നുള്ളത് നിത്യമാണ്. അപ്പൊ ഒരുപാട് ആളുകളെ തന്നെ നമുക്ക് പരിചയമുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക്. അപ്പൊ അതൊക്കെ നമുക്ക് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലുണ്ട്, പക്ഷെ അതൊന്നും തുറന്ന് പറയാൻ പറ്റാത്ത ഒരു കാര്യങ്ങളായിരിക്കാം, മറ്റുള്ള ആളുകളോട് ഷെയർ ചെയ്യാൻ പറ്റുന്ന, മറ്റുള്ള ആളുകൾ കേട്ടിരിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം എന്നൊക്കെ ഇപ്പൊ സാറിന്റെ ക്ലാസ്സിൽ നിന്ന് അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലേക്ക് എനിക്ക് ചിന്തിക്കാൻ പറ്റി. എന്തായാലും നമുക്ക് എല്ലാവർക്കും ഈ ഒരു കാര്യം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും അവരെ കൂടി ഈ ഒരു കാര്യങ്ങളിലേക്ക് ഉൾപ്പെടുത്താനും കഴിയുമെന്ന് വിചാരിക്കുന്നു. പിന്നെ സാറിന്റെ ഈ ശൈലി, സാറ് ക്ലാസ് എടുത്തത് കറക്റ്റ് ആയിട്ട് മനസ്സിലായി, അത്രയും സ്ലോ ആയി ഗോപിക പറഞ്ഞ പോലെ, അതുപോലെ സാർ പറഞ്ഞ പോലെ നമുക്ക് റേഡിയോയിൽ കേൾക്കുന്ന അതേപോലെ തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലേക്ക് അത് കൊണ്ടെത്തിക്കാൻ സാറിന് കഴിഞ്ഞു. നല്ലൊരു ക്ലാസ് സാർ. താങ്ക് യു സോ മച്ച്. Okay, thank you, Prida ma'am. Then Divya ma'am. ഹലോ, മാജിക് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. എന്താ പറയാ, നമ്മള് സൈലന്റ് ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഓൾറെഡി ചെയ്യാറുണ്ട് ഈ കാര്യം. സൈലന്റ് ആയിട്ട് യെസ്, മൗനവ്രതം ആചരിക്കുന്ന ഒരാളാണ് ഞാൻ. അത് ഒരു റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല, എൻ്റെ മനസ്സിനെ ഒന്ന് ശക്തിപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ കേട്ടോ അതിന്റെ പിന്നില്. അപ്പൊ ഒരു ദിവസം ചെയ്യാറുണ്ടാകും വിത്തിൻ 2 months, ചില സമയങ്ങളിൽ വിത്തിൻ 1 month ഞാൻ ഒരു ദിവസം കംപ്ലീറ്റ് 24 hours ചെയ്യാറുണ്ട്. അപ്പൊ അതിൻ്റെതായ ഒരു ശക്തി ഉണ്ടെന്നുള്ളത് പിന്നീടാണ് മനസ്സിലായത്. അപ്പോ ചെറുപ്പത്തില് അത് ചെയ്തിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ എന്താ പറയാ, കുടുംബത്തിലുള്ളവര് ചെയ്യുന്നത് കണ്ട് അതിനൊരു ശക്തി ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടൊന്നല്ല അത് ചെയ്തത്, അതൊരു തമാശയായിട്ട് ചെയ്തതാണ്. പിന്നീടാണ് അത് മനസ്സിലായത് അതിന് അത്രയും ശക്തി ഉണ്ടെന്ന്. പിന്നെ എൻ്റെ ബാല്യകാലത്ത് ഏകാന്തതയുള്ള സമയങ്ങളായതുകൊണ്ട് തന്നെ എനിക്ക് അതില് അത്രയ്ക്കും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് കൂട്ടുകാരുടെ ഇടയിൽ കിടന്ന് കളിക്കുന്ന ആളായിരുന്നില്ല ഞാൻ. അതുകൊണ്ട് തന്നെ പവർ ഓഫ് സൈലന്റ് എന്ന് പറയുന്നത് ആ സമയത്തും എനിക്ക് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല ആ സമയത്ത്. അപ്പോ ഓർമ്മശക്തിയെ വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിന് ഇത് സഹായിക്കുമെന്ന് പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് സർ. പിന്നെ എന്താ പറയാ, ഇവിടെ വിവാഹം കഴിഞ്ഞ് വന്നതിന് ശേഷവും ഇവിടെ ഗാർഡനിലേക്ക് കൊണ്ടുപോകുന്നൊക്കെ ചോദിക്കുമ്പോ പറയും എനിക്ക് ജോലി ഉണ്ടെന്നൊക്കെ പറയും. അപ്പൊ ആദ്യം എനിക്ക് ഭയങ്കര വിഷമായിരുന്നു, ടെൻഷനായിരുന്നു. പിന്നീട് ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ സ്വന്തമായിട്ടൊന്ന് പോയാലോ. അപ്പൊ അങ്ങനെ ഞാൻ തന്നെ പോയി അവിടെ ചെന്നിരുന്ന് പ്രകൃതിയുമായിട്ട് അങ്ങനെ ഇരിക്കാൻ തുടങ്ങിയപ്പോ അതിനൊരു ഒരു പവർ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോ പിന്നീട് അതിന്റെ ഒരു റൊട്ടീനായി മാറി. എനിക്ക് എപ്പോഴാണോ മനസ്സിൽ തോന്നുന്നത്, ചില സമയത്ത് മൊബൈൽ ഞാൻ കൊണ്ടുപോകില്ല, അവിടെ ചെന്നിരിക്കും. അപ്പൊ അതൊരു വല്ലാത്തൊരു എന്താ പറയാ, ആ ഏകാന്തതയ്ക്ക് ഒരു ശക്തി ഉണ്ടെന്ന് മനസ്സിലായത് അപ്പോഴാണ്. അപ്പൊ താങ്ക് യു സർ, നല്ലൊരു ക്ലാസ് ആയിരുന്നു. അതുപോലെ തന്നെ ഈ ബുദ്ധന്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൈലൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ആനാപാന സതി എന്ന് പറയും. അതായത് ആന എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻഹേൽ എക്സസൈസ്. അതുപോലെ അതൊരു എക്സസൈസിന്റെ ഇതിലല്ല, മനസ്സിനെ ഒന്ന് ശക്തിപ്പെടുത്തുക എന്നുള്ള ഒരു ഇതാണ്. അതുപോലെ അപാന എന്ന് പറയുന്നത് എക്സേൽ, സതി, ഇത് രണ്ടും കൂടി സംഗമിക്കുന്ന ഒരു. അപ്പൊ നമ്മൾക്ക് എന്താ പറയാ, 7 തരത്തിലുള്ള ബോഡികൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഒന്ന് ഫിസിക്കൽ ബോഡി, എട്രിക് ബോഡി, മെന്റൽ ബോഡി, നിർവാണിക് ബോഡി, കോസ്മിക് ബോഡി, അങ്ങനെ പറയും. അപ്പോ നമ്മളുടെ ഒരു വിശ്വശക്തിയെ സ്വീകരിക്കുക എന്നുള്ളതാണ് ഈ ഒരു പവർ ഓഫ് സൈലൻസിൽ നിന്ന് നമ്മൾ എന്താ പറയാ സ്വീകരിക്കുന്നത്. അതായത് നമ്മൾ ആലോചന ഉള്ള സമയത്ത് വിശ്വശക്തി വരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോ നമ്മളെപ്പോഴും ആ ഒരു സൈലൻസിനെ നമ്മളെപ്പോഴും കീപ്പ് ചെയ്യണമെങ്കിൽ നമ്മളുടെ ആലോചനയിൽ നിന്ന് മാറി നിൽക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. താങ്ക് യു സർ, നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. ഞാൻ ഒന്ന് ആഡ് ചെയ്യാം. ഇത് മീൻസ് മേഡം അണ്ടർലൈൻ ചെയ്ത് പറഞ്ഞൊരു കാര്യം, റിലീജിയൻ ബേസ് അല്ല. ഇത് റിലീജിയൻ ബേസ് അല്ല, ദിസ് ഇസ് എന്താ പറയാ, സയൻസ് ആണ്. അല്ലാതെ അപ്പൊ അതങ്ങനെ പറഞ്ഞത് കൊണ്ട് ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തു എന്ന് മാത്രം. ഓക്കെ, താങ്ക് യു.
താങ്ക് യു സർ. ഒരു സാറ് ലാസ്റ്റ് പറഞ്ഞൊരു കാര്യമുണ്ട്, കിട്ടുന്ന അറിവിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അതാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ട കാര്യം. താങ്ക് യു സോ മച്ച് സർ, നല്ലൊരു ക്ലാസ്സിന്. ഓക്കെ, താങ്ക് യു ദിവ്യ മാം. ഉണ്ണികൃഷ്ണ സർ. ഒരു ഡൗട്ട് ചോദിക്കാൻ സാറിന്റെ ഹലോ, നമസ്കാരം സാർ. നമസ്കാരം. ഇന്നത്തെ ക്ലാസ് സാറിന്റെ വളരെ നന്നായിരുന്നു. ഒരു സൈലന്റ് ആയിട്ട് കേട്ടിരിക്കാനും അത് മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങാനും പറ്റിയൊരു വിധത്തിൽ സാർ എടുത്തു തന്നു. നല്ല പ്ലസന്റ് മൈൻഡോടുകൂടി കേൾക്കാനും സാറിന്റെ വാക്കുകൾ സന്തോഷം പകരുന്നതാണ്. പിന്നെ ബുദ്ധന്റെ ഒരു കോട്ട് പറഞ്ഞല്ലോ, സത്യം നിശബ്ദത വരുന്നു എന്നുള്ളത്, തുടങ്ങുന്നു. നല്ലൊരു കോട്ടായിരുന്നു. ഈ പലപ്പോഴും ഞാൻ ഇതിനെ ഈ കാര്യം ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഉള്ള ഒരു പ്രവണത ഉണ്ടായി വരുന്നു. താങ്ക് യു, നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു ഉണ്ണികൃഷ്ണ സർ. ഷാജിൻ സർ. നല്ലൊരു ക്ലാസ് ആയിരുന്നു. വളരെ നിശബ്ദത ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പ്രാക്ടീസ് ചെയ്യാറുണ്ട് വൈകുന്നേരങ്ങളിൽ. എനിക്ക് ഇപ്പൊ രാവിലെ നമ്മൾ ഈ മെഡിറ്റേഷൻ ചെയ്യാനായിട്ടും കൂടുതൽ ഫീൽ കിട്ടുന്നത് ശരിക്കും വൈകുന്നേരങ്ങളിൽ. ഇപ്പൊ എന്റെ വീട് ഒരു പാടത്തിന്റെ അടുത്താണ്. ഞാൻ അവിടെ ഒരു 5:30 തൊട്ട് ആ സമയം കാണാനായിട്ട് ഒരുവിധം വീട്ടിലുള്ള ദിവസങ്ങളിലൊക്കെ ഒരു അരമണിക്കൂർ അവിടെ പോയി ഇരിക്കാറുണ്ട്. അപ്പൊ അത് ഭയങ്കരമായിട്ട് റിലാക്സ് ആണ് നമുക്ക് കിട്ടുന്നത്. ഭയങ്കര റിലാക്സ് ആണ്. കാരണം അന്നത്തെ ദിവസത്തെ ഫുൾ സ്ട്രെസ് നമുക്ക് അവിടെ ശരിക്കും എടുത്ത് കളയുന്നുണ്ട്. അത് എത്രയോ കാലമായി എന്നുള്ളത് ചോദിച്ചാൽ എങ്ങനെയാണ് അങ്ങനെ ചെയ്തു തുടങ്ങിയെന്ന് അറിയില്ല. എത്രയോ വർഷങ്ങളായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. വലിയൊരു മാറ്റം അതിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. വലിയ മാറ്റങ്ങൾ ഓരോ ദിവസവും ഒരു വേറിട്ട അനുഭവമാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ വലിയൊരു വേറിട്ട അനുഭവമാണ്. അപ്പൊ അതൊന്നുകൂടി ഊട്ടിയുറപ്പിക്കാനും, അതുപോലെ തന്നെ സാർ പറഞ്ഞ പോലെ ആളുകളൊക്കെ ദിവസങ്ങളോളം മൗനവ്രതം ആചരിക്കുന്ന ആളുകളുണ്ട് ശരിക്കും. അപ്പൊ അവരിലേക്കൊന്നും എത്താൻ പറ്റിയിട്ടില്ല. എന്നാലും അങ്ങനെയുള്ള ആളുകളെ പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ട്, ജീവിതത്തിൽ കണ്ടുമുട്ടാൻ പറ്റിയിട്ടുണ്ട്, അവരായിട്ട് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട്. വലിയൊരു ഭാഗ്യമായിട്ട് കണക്ക്. താങ്ക്സ്, നല്ലൊരു ക്ലാസ് കിട്ടിയതിന് വളരെ താങ്ക്സ്. ഓക്കെ, താങ്ക് യു. 5 മിനിറ്റ് മുതൽ നമ്മൾ മൗനം ആചരിക്കുന്നത് കൊണ്ട് നമുക്ക് ഓരോ വ്യത്യസ്തമായ ഗുണങ്ങൾ നമുക്ക് കിട്ടും. 5 മിനിറ്റ് മുതൽ നമുക്ക് മാക്സിമം ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ളത് 2 മണിക്കൂറാണ്. അത് നമുക്ക് ഒരിക്കലും പറ്റില്ല എന്നുള്ളതാണ്. ഒരു ദിവസത്തിൽ 2 മണിക്കൂർ നമുക്ക് അങ്ങനെ മാറ്റിവെക്കാൻ ബുദ്ധിമുട്ടാണ് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ. പക്ഷെ മിനിമം അരമണിക്കൂർ ഒക്കെ നമ്മൾ മാറ്റിവെച്ചാൽ നല്ലതാണ്. അരമണിക്കൂർ പറ്റുന്നുണ്ട്. ഒരു സമയം കാണുന്നത് ഒരു 5:30 to 6:15 വീട്ടിലുള്ള സമയത്തൊക്കെ പറ്റുന്നുണ്ട്. വലിയൊരു മാറ്റം കിട്ടാം. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു സോ മച്ച്. സവിത മാം. ഗുഡ് മോർണിംഗ് സർ. ഒരുപാട് നല്ല ക്ലാസ് ആയിരുന്നു. കേൾക്കാൻ നല്ല, എന്താ പറയാ, നിശബ്ദതയ്ക്ക് ഇത്രയേറെ പ്രാധാന്യം ഉണ്ടെന്ന് ക്ലാസ്സിലൂടെയാണ് മനസ്സിലായത്. പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായി മനസ്സിലായി. താങ്ക് യു സർ. ജിഷ ജിദിൻ ഏതാ മോളെ? ജിഷ ജിദിൻ ഒന്ന് സംസാരിക്കാൻ പറയും. ഓക്കെ, സേഫ് സാർ പറഞ്ഞാലേ മുന്നോട്ട് വന്ന് പറയേണ്ടതാണ്, നമ്മൾ വിളിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ വരാത്തത് കൊണ്ടാണ് ഈ വിളിക്കുന്നത്. ജിഷ ജിദിൻ. നമ്മൾ ആരെയും കമ്പൽ ചെയ്യാത്ത, നമ്മൾ കമ്പൽ ചെയ്തിട്ടല്ല നിങ്ങൾ ഇതിലേക്ക് വന്ന് സംസാരിക്കേണ്ടത്. കാരണം ഓൾറെഡി നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. കിട്ടിയ ഓപ്പർച്യൂണിറ്റി മാക്സിമം യൂട്ടിലൈസ് ചെയ്യാണ് നമ്മൾ ഓരോ ക്ലാസ് പറയുന്നത്. സോ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ വിളിച്ച് കമ്പൽ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് വരുന്നതിൽ അതിന് റിസൾട്ട് ഉണ്ടായിരിക്കില്ല. സോ നിങ്ങൾ തന്നെ അത് മനസ്സിലാക്കി മുന്നോട്ട് വന്ന് സംസാരിക്കുക. സേസറ പറഞ്ഞ പോലെ ഇന്നത്തെ സെഷനിൽ നമ്മൾ എന്തെടുത്തു നമുക്ക് ഒന്നും കൂടി റിമൈൻഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതൊന്ന് സംസാരിക്കണേ. അപ്പൊ ആ സമയത്ത് നിങ്ങളൊന്ന് ഫീഡ്ബാക്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, എനിവേ ജിഷ ഷില മാം എന്തെങ്കിലും പറഞ്ഞോ? ഓക്കെ, ഗുഡ് മോർണിംഗ് ടു ഓൾ. തീർച്ചയായിട്ടും സൈലൻസ് അങ്ങനെ ഞാൻ പ്രാക്ടീസ് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ചെയ്യാറില്ലായിരുന്നു. ഒരു 5 മിനിറ്റ് ഒക്കെ നമുക്ക് ഇരിക്കാന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇപ്പൊ സാറ് പറഞ്ഞപ്പം അതിന് ഇത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. അതുകൊണ്ട് ഇനി മുതൽ ഒരു 5 മിനിറ്റ് എങ്കിലും ഇരിക്കാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. നല്ലൊരു ഉൾക്കാഴ്ച നൽകുന്ന ക്ലാസ് ആയിരുന്നു.
താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാം. എനിവേ ഇന്നത്തെ സെഷനിൽ ഒരുപാട് ആളുകൾ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. Then സാറ് ഒരു സംശയം ചോദിക്കട്ടെ? പറഞ്ഞോളൂ. നമ്മള് ഇപ്പൊ പിന്നെ ദിവ്യ പറഞ്ഞ ഒരു ദിവസമൊക്കെ മൗനവ്രതം എടുക്കുന്നു. അപ്പൊ നമ്മൾ ആ മൗനവ്രതം എടുക്കുന്ന സമയത്ത് സംശയം കിട്ടാ, നമ്മള് സംസാരിക്കാതിരിക്കണോ അതോ നമ്മളെ ചുറ്റുപാടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അപ്പൊ നമ്മളെ വീട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും, അവര് സംസാരിക്കുമല്ലോ, നമ്മൾ അവരോട് മിണ്ടാതിരുന്നാ മതി എന്നാണോ പറയണത്, അതോ നമ്മൾ സൈലന്റ് ആയിട്ട് ശബ്ദമില്ലാത്തോട്ട് അങ്ങനെ? നമുക്ക് ഇപ്പൊ മേഡം ഇപ്പൊ അവസാനം പറഞ്ഞത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ നമ്മുടെ ജീവിത രീതി വെച്ചിട്ട് നമുക്ക് പ്രാക്ടിക്കൽ അല്ല. ശബ്ദമൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് പോയി നമ്മൾ സൈലന്റ് ആയിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റില്ല. കാരണം നമ്മള് നമ്മുടെ ചുറ്റുഭാഗം, നമ്മുടെ കുട്ടികള്, നമ്മുടെ അയൽവാസികള്, നമ്മുടെ കൂട്ടുകാര്, നമ്മുടെ ബന്ധുക്കള്, നമ്മുടെ വീട്, ഇതിലെല്ലാം ഉണ്ടാകുന്ന ഒരു ശബ്ദമുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഒരു ദിവസം നമുക്ക് മിണ്ടാതിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങള്, ഒരുപാട് കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടാതെ ഇരിക്കാൻ പറ്റും. ഒരു ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നോക്കൂ സൈലന്റ് ആയിട്ട്. അപ്പോഴറിയാം അതിന് എത്ര എഫക്റ്റ് ഉണ്ട്. പിന്നെ ദിവ്യ മേഡം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു പക്ഷേ അതങ്ങനെ ശീലിക്കും. ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസമൊക്കെ വളരെ നല്ല ഒരു ഫീലാണ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ. എന്തായാലും ഓൾ ദി ബെസ്റ്റ് മാഡം. ഞാന് അംഗൻവാടി ടീച്ചർ ആയതുകൊണ്ട് എനിക്ക് കുട്ടികളെ ശബ്ദം ഇങ്ങനെ കേട്ടിട്ട് ശബ്ദം കേൾക്കാൻ ഒരു ഇറിറ്റേഷനാണ്. അത് ഭയങ്കര നമ്മൾ അതിനോട് അഡിക്റ്റ് ആയിക്കുന്നു. അതാണ് നമ്മുടെ സമൂഹത്തിന്റെ പ്രശ്നം, അത് തന്നെ, ശബ്ദം കേൾക്കുക. പക്ഷെ ഈ ശബ്ദം നമ്മളിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. നമ്മളിൽ ഏറ്റവും കൂടുതൽ മാനസികമായും ശാരീരികമായും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ശബ്ദം. അപ്പോ ഒരു 5 മിനിറ്റ് ഏതെങ്കിലും ഒരു കുട്ടിയുടെ അമ്മേനെ ഇരുത്തി കഴിഞ്ഞാൽ അവര് പറയും, ടീച്ചർമാരെ എങ്ങനെയാ സഹിക്കുന്നു ചോദിക്കും. കാരണം കുട്ടികൾക്ക് അങ്ങനെ കലപില ശബ്ദമല്ലേ, എങ്ങനെ നിങ്ങൾ സഹിക്കുന്നത്, ഞങ്ങൾക്ക് തന്നെ പറ്റണില്ല പറയും. അങ്ങനെയാണ്. അതന്നെ. അപ്പോ നമ്മളത് ട്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൽ ഗുണമുണ്ട്. മേഡം ഒന്ന് നോക്കിയോ? ഓക്കെ സാറേ, ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് സാറേ, യു. ഇതൊരു ട്രീറ്റ്മെന്റ് ആയിട്ട് കൊടുക്കാറുണ്ടോ? ട്രീറ്റ്മെന്റ് അല്ല, ഇത് ട്രീറ്റ്മെന്റ് അല്ല, ഇത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇതിനുള്ള ഗുണമുണ്ട്. അല്ല, എവിടെയോ ഈ പാലക്കാട് എങ്ങാണ്ട് ഒരു സ്ഥലം ഇതുപോലെ ഉണ്ടെന്ന് ഞാൻ ഇങ്ങനെ കേട്ടു. നമ്മളെ ഇങ്ങനെ മുറിയിൽ അടച്ചിരുത്തിയിട്ടൊക്കെ ചെയ്യുന്നത്, നമുക്ക് ആർക്കും കേറാനൊന്നും പറ്റത്തില്ല, അവരെ അങ്ങനെ തനിയെ ഇരുത്തുന്നൊക്കെ. അറിയില്ല, എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. ഉണ്ടായിരിക്കും ഒരു പക്ഷേ, സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സംഭവം എനിക്ക് അറിയില്ല. പക്ഷെ നമ്മളിത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇതൊക്കെ വീട്ടിലൊക്കെ. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച് സർ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റി. ഇപ്പൊ ആദ്യം പറഞ്ഞ പോലെ സയൻസിന് ഇത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഞങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോ എനിവേ താങ്ക് യു സോ മച്ച് സർ. അപ്പൊ ഇനി ഇതുപോലെ നല്ലൊരു സെഷൻ സാറിന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടും അതോടൊപ്പം തന്നെ നമ്മൾ ഫീഡ്ബാക്ക് സംസാരിച്ചില്ല. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പൊ അടുത്ത ക്ലാസ്സുകളിലും ഇതേപോലെ എല്ലാവരും ഫുൾ ആക്റ്റീവ് ആയിട്ട് ഇരിക്കുക. കാരണം സർ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യേണ്ട ആളുകൾ നിങ്ങളാണ്. അതൊരാൾ പറഞ്ഞു തന്നിട്ട് ഒരാൾ വിളിച്ചിട്ടല്ല യൂസ് ചെയ്യേണ്ടത്. സോ എല്ലാവരും ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. എനിവേ താങ്ക് യു സോ മച്ച് ടു ഓൾ. താങ്ക് യു സോ മച്ച്. ഇന്ന് എന്റെ ഗ്രൂപ്പിൽ നിന്നാണ് ഒരുപാട് പേര് ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുള്ളത്. അറിയാലോ, ഇന്ന് പറഞ്ഞവര് കംപ്ലീറ്റ് എന്റെ ഗ്രൂപ്പിലെ കുട്ടികളാ. നാളെ സെറ്റ് ആവട്ടെ. അതാ ലാസ്റ്റ് വന്നത് എന്റെ ഗ്രൂപ്പ് തന്നെ, ബഷീർ സാറ്. അതെ. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച്. എല്ലാവരും ലീവ് ചെയ്തു. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. Have a good day once again. Thank you, sir. Thank you, sir. Thank you all.